നമസ്കാരം. 2021 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാം സർക്കാർ രൂപം കൊണ്ടത് 99 സീറ്റുകളുടെ പിൻബലത്തിലാണ്. അത് ആവർത്തിക്കും എന്ന ആത്മവിശ്വാസം CPM പോലും ഇല്ലെങ്കിലും ഭരണ തുടർച്ച അവർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും UDFൻ്റെ പ്രതീക്ഷ ആകാശത്തോളം ഉയരുകയും ചെയ്യുമ്പോഴും ഇതിനെയൊക്കെ നിശ്ചയിക്കുന്നത് ചില ജില്ലകളിലെ പ്രതിഫലനമാകും. കഴിഞ്ഞ തവണ LDFന് രക്ഷയായ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്ന് കൊല്ലമായിരുന്നു. കൊല്ലം ജില്ലയിലെ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും വിജയമുറപ്പിച്ചാണ് പിണറായി സർക്കാർ അധികാരത്തിലേക്ക് പോയത്. അതിൽ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട 2 സീറ്റുകൾ നിർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. രാഷ്ട്രീയ വോട്ടായി അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും ശക്തമായ കോട്ടകളിൽ ഒന്നായ കുണ്ടറ അവർക്ക് നഷ്ടപ്പെട്ടത് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി എന്ന നിലയിൽ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അത്തരമൊരു വിവാദം കുണ്ടറ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നില്ലെങ്കിൽ PC വിഷ്ണുനാഥ് ഒരിക്കലും നിയമസഭ കാണുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPMൻ്റെ കണക്കിൽ 11-ൽ 10 സീറ്റും നേടാൻ പറ്റിയ സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അവർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സീറ്റ് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയിൽ നേരിയ വോട്ടുകൾക്ക് തോറ്റുപോയ CR മഹേഷ് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ജനപിന്തുണ ഉറപ്പാക്കി കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത് മാത്രമായിരുന്നു CPMനേറ്റ ഏറ്റവും വലിയ ആഘാതം. മുകേഷിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി കൊല്ലത്ത് മുകേഷ് കടന്നുകൂടിയത് CPMൻ്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. അങ്ങനെ ആകെയുള്ള 11 സീറ്റിൽ 9 സീറ്റും കരസ്ഥമാക്കിയാണ് LDF അധികാരത്തിലെത്തിയത്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകർന്നത് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ RSP. ആ പാർട്ടി പിളർന്നും ഒരുമിച്ചുമൊക്കെ ഇടതുമുന്നണി വിട്ട് UDFനൊപ്പം നിന്നിട്ട് അവർക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. RSPയുടെ ജന്മഗൃഹമായ ചവറയുൾപ്പെടെ. UDFനെ കുറി ഭരണമുറപ്പിക്കണമെങ്കിൽ കൊല്ലത്ത് 3 ഇരട്ടി വിജയം കൊയ്യണം. എന്ന് വെച്ചാൽ ആകെയുള്ള 11-ൽ 2 എന്നത് കുറഞ്ഞത് 6 ഉയർത്തേണ്ടതുണ്ട്. കൊല്ലത്തെ സാധ്യത എങ്ങനെയാണ്? ആദ്യം നമുക്ക് CR മഹേഷിൻ്റെ കരുനാഗപ്പള്ളിയിലും PC വിഷ്ണുനാഥിൻ്റെ കുണ്ടറയിലേക്കും പോവാം. രണ്ടിടത്തും വിജയം സുനിശ്ചിതമാണെന്ന് ഗ്രൗണ്ട് റിയാലിറ്റികൾ തെളിയിക്കുന്നു. CR മഹേഷ് പഴയതിനേക്കാൾ ജനപ്രിയനാണ്. നിലവിലുള്ളതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിശക്തമായ പിണറായി തരംഗത്തിലും CR മഹേഷ് ജയിച്ചത് 29,208 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ്. കൊല്ലത്തെ ആ ഭൂരിപക്ഷം മറികടക്കാൻ ഒരു ഇടത് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞുള്ളൂ. പുനലൂരിൽ PS സുബാലിന് 37,057 വോട്ടിന്. എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയിലെ CR മഹേഷിന്റെ വിജയം സുനിശ്ചിതമാണ്. ഒരു ആശങ്കയും സംശയവും ആ വിജയത്തിലില്ല. രണ്ടാമത്തെ UDFന്റെ സിറ്റിംഗ് സീറ്റായ കുണ്ടറയിലേക്ക് പോയാൽ കേവലം 4,523 വോട്ടിന്റെ ഭാഗ്യം കൊണ്ടാണ് വിഷ്ണുനാഥ് കടന്നുകൂടുന്നത്. ഇക്കുറി ഇടതുവിരുദ്ധ തരംഗമായതിനാൽ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിഷ്ണുനാഥിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ UDFന്റെ ലക്ഷ്യം പകുതിയിലധികം സീറ്റുകൾ പിടിക്കുക എന്നത് തന്നെയാണ്. പുനലൂരും ചാത്തന്നൂറും ഇരവിപുരവും ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും വിജയ സാധ്യതയുണ്ട് എന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഈ 3 സീറ്റുകളിൽ ഇപ്പോഴും UDFന് പ്രതീക്ഷയില്ല. ഈ 3 സീറ്റിനൊപ്പം പത്തനാപുരവും ചടയമംഗലവും കൂടി വിട്ടുകൊടുത്ത് ബാക്കി 7 സീറ്റുകളും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിലുള്ളത്. ചവറയിൽ കേവലം 1096 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ഷിബു ബേബി ജോൺ തോറ്റത്. ചവറയിലല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കുന്നില്ല എന്ന് ഷിബു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കുറി കുറഞ്ഞത് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷിബു ബേബി ജോൺ പ്രതീക്ഷിക്കുന്നത്. ചവറയിലെ ഫീല് അങ്ങനെ തന്നെയാണ്. ചവറയുടെ സ്വന്തം ബേബി ജോണിന്റെ മകനെ കഴിഞ്ഞ 2 തവണ തോൽപ്പിക്കേണ്ടി വന്നതിന്റെ ഖിന്നത ഇക്കുറി അവസാനിപ്പിക്കുമെന്നും വലിയ ഭൂരിപക്ഷം നൽകുമെന്നും ചവറക്കാർ പറയുന്നു. കുന്നത്തൂരിൽ കേവലം 2,790 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കോവൂർ കുഞ്ഞുമോൻ എന്ന ഇടതു സ്വതന്ത്രൻ RSP ലയിച്ചപ്പോൾ അവിടെ നിന്ന് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ഒരു സീറ്റ് മാത്രം നേടിയ ആളാണ് കോവൂർ കുഞ്ഞുമോൻ ഉല്ലാസ് കോവൂറിനെ തോൽപ്പിച്ചത്. ഇക്കുറി ഉല്ലാസ് കോവൂർ രംഗത്തിറങ്ങുമ്പോൾ പ്രതീക്ഷ കുറഞ്ഞ ഭൂരിപക്ഷം 10,000 വോട്ടിൻ്റെതാണ്. നിലവിലുള്ള 2 സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം RSPയുടെ 2 സീറ്റ് കൂടി കൂടുമ്പോൾ തന്നെ ഇരട്ടി എന്ന നേട്ടത്തിലേക്ക് മാറാൻ കഴിയും എന്ന് UDF വൃത്തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അഞ്ചാമത് UDF ഉറപ്പായും പ്രതീക്ഷിക്കുന്നത് കൊല്ലം സീറ്റാണ്.
കൊല്ലത്ത് ബിന്ദു കൃഷ്ണ തന്നെ ആയിരിക്കാം ഇക്കുറി മത്സരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. ബിന്ദു കൃഷ്ണയോ മറ്റാരെങ്കിലും ആവട്ടെ, ഒരുപക്ഷെ അവസാന നിമിഷം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിന് സീറ്റ് കിട്ടാതെ വന്നാൽ കുണ്ടറയിൽ പി സി വിഷ്ണുനാഥിനെ പ്ലേസ് ചെയ്തതുപോലെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ മാറ്റിക്കൂടാഴുകയില്ല. എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഇക്കുറി UDFന്റെ 5ാമത്തെ ഉറച്ച സീറ്റായി മാറുന്നത് കൊല്ലമാണ്. നടൻ മുകേഷിന് ഇക്കുറി സീറ്റ് പോലും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. തോൽവി ഉറപ്പായ മുകേഷിന് ഇക്കുറി സീറ്റ് കൊടുത്താൽ പോലും മത്സരിക്കാനില്ല എന്ന അവസ്ഥയാണുള്ളത്. കേവലം 2072 വോട്ടുകൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട മുകേഷ് ഇക്കുറി മത്സര രംഗത്തുണ്ടാവില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും ഇക്കുറി വിജയം UDFനൊപ്പമാണ് എന്ന് തീർച്ച. ഈ 5 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്ന UDF 3 സീറ്റുകളിൽ കൂടി പരമാവധി പരിശ്രമിക്കും. കൊട്ടാരക്കരയും പത്തനാപുരവും ചടയമംഗലവും. ഈ 3 സീറ്റിലും ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം UDF വൃത്തങ്ങൾക്കുണ്ട്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ KN ബാലഗോപാൽ ജയിച്ചത് കേവലം 10,814 വോട്ടുകൾക്കാണ്. കൊട്ടാരക്കര തിരിച്ചുപിടിക്കാൻ മുൻ LDF MLA ഐഷ പോറ്റിയെ തന്നെ ഇറക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. 30,000-ലധികം വോട്ടുകൾക്ക് മുമ്പ് ജയിച്ചിട്ടുള്ള ഐഷ ഇറക്കിയാൽ വിജയം ഉറപ്പാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. പത്തനാപുരത്തെ 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു 2016 KB ഗണേഷ് കുമാർ ജയിച്ചത്. എന്നാൽ 2021 കഠിന പ്രയത്നം കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല ആ ഭൂരിപക്ഷം 14,336 വോട്ടായി കുറച്ചു. ജ്യോതികുമാർ തോറ്റതിന് ശേഷം 5 വർഷം പത്തനാപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. ജ്യോതികുമാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു 15,000 വീടുകളെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറെ മലർത്തിയടിച്ച് പത്തനാപുരം പിടിക്കും എന്ന വാശിയിൽ തന്നെയാണ് ജ്യോതികുമാർ. അത്രയ്ക്കും ജ്യോതികുമാറിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു തോറ്റ നേതാവ് ഒരുപക്ഷെ ഇക്കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്ന 5 സീറ്റിനൊപ്പം കൊട്ടാരക്കരയും പത്തനാപുരം കൂടി ചേരുമ്പോൾ 7 സീറ്റാവുകയും ആകെയുള്ള 11 സീറ്റിൽ 7ഉം സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വിശ്വസിക്കുന്നു. 13,678 വോട്ടിന് ജയിച്ച CPIയുടെ മന്ത്രി കൂടിയായ ചിഞ്ചു റാണിയെ തോൽപ്പിക്കാൻ നസീർ തന്നെയായിരിക്കും ഇക്കുറിയും രംഗത്തിറങ്ങുക. മണ്ഡലത്തിലെ ചിരപരിചയം മൂലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിഞ്ചു റാണിയെ മലർത്തിയടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നസീർ അവകാശപ്പെടുന്നത്. UDF വൃത്തങ്ങളും പറയുന്നത് അതും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ LDFന് ഉറപ്പിക്കാൻ കഴിയുന്ന 3 സീറ്റുകൾ പുനലൂരും ഇരവിപുരവും ചാത്തന്നൂരുമാണ്. പുനലൂരിൽ 37,057 വോട്ടിന് PS സുബാൽ ജയിച്ചപ്പോൾ ഇരവിപുരത്ത് M നൌഷാദ് ജയിച്ചത് 28,121 വോട്ടിനാണ്. ചാത്തന്നൂരിൽ GS ജയലാൽ 17,206 വോട്ടിനും ജയിച്ചു. എന്നാൽ അവിടെയും LDFന് വെല്ലുവിളിയുണ്ട്. ചാത്തന്നൂരിൽ അസാധാരണമായ നേട്ടമാണ് BJP നേടിക്കൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂരിലെ BJPയുടെ മുൻതൂക്കം CPMന്റെ ഉറക്കം കെടുത്തുന്നതാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടു നില തന്നെയാണ് LDFന്റെ ഉറക്കം കെടുത്തുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ 56 സീറ്റുകളിൽ 27 സീറ്റും പിടിച്ചുകൊണ്ട് LDFനെ തോൽപ്പിച്ച് UDF വിജയിച്ചത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസത്തിന് കാരണം. കേവലം 6 സീറ്റുണ്ടായിരുന്ന BJPക്ക് 12 സീറ്റിലേക്ക് വളരാനും കഴിഞ്ഞു. BJPയുടെ വളർച്ചയും കോൺഗ്രസിന്റെ സമഗ്രാധിപത്യവും CPMന്റെ ഉറക്കം കെടുത്തുക തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സീറ്റ് നില കുറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF വലിയ കുതിപ്പാണ് നടത്തിയത്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ കുതിപ്പ്, NDAക്കുണ്ടായ മെച്ചപ്പെടൽ, അതിന്റെ ക്ഷീണം അനുഭവിക്കുന്നത് LDF തന്നെയാണ്. അടിമുടി വോട്ട് ബാങ്ക് ഒലിച്ചുപോയ LDFന്റെ ചങ്കിടിക്കുന്നത് ആകെയുള്ള 11 സീറ്റിൽ പകുതി പോലും നിലനിർത്താൻ കഴിയില്ല എന്ന ദുസ്വപ്നം കാണുമ്പോഴാണ്. ഇപ്പോൾ 2 സീറ്റുള്ള കൊല്ലത്ത് 5 സീറ്റ് ഉറപ്പിച്ചാണ് UDF യുദ്ധത്തിനിറങ്ങിയത് എന്നോർക്കുമ്പോൾ CPMന്റെ നെഞ്ചം പിടയുകയാണ്.